ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ 2029 CGL ടാബ് 2 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. മെൻസുറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ചോദിച്ചാണ്. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ എന്താ പറയണതെന്ന് നോക്കാം. ഒരു സെക്ടർ ഉണ്ട്. ആ സെക്ടറിന്റെ റേഡിയസ് 10.5 ആണ്. സെൻട്രൽ ആംഗിള് 120 ആണ്. അപ്പോൾ ഒരു സെക്ടർ ഉണ്ട്, അതിന്റെ റേഡിയസ് എത്രയാണ്? റേഡിയസ് എന്ന് പറയുന്നത് 10.5 ആണ്. സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 120 ആണ്. ഓക്കെ. ഇതിനെ ഫോൾഡ് ചെയ്തു ഒരു കോണാക്കി മാറ്റി. ഇതിനെ ഫോം ചെയ്ത് ഒരു കോണാക്കി മാറ്റി. ബൈ ജോയിനിങ് ടു റേഡിയ ഓഫ് ദ സെക്ടർ. ഓക്കെ. അതായത് ഇവിടെ ഞാൻ റെഡ് കളർ ഇട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും തമ്മിൽ കണക്ട് ചെയ്തു. ഓക്കെ. അതായത് നമ്മൾ ഈ കപ്പലണ്ടി കച്ചവടക്കാരൊക്കെ ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ ഇതിങ്ങനെ ജോയിൻ ചെയ്തിട്ട് കണക്ട് ചെയ്തു, എന്നിട്ട് കോണാക്കി. ആ പുതുതായിട്ട് ഫോം ചെയ്ത കോണിന്റെ വോളിയമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്ന് പറയുന്നത്, ഈ ഫിഗറിൽ, അതായത് ഈ സെക്ടറിന്റെ ഫിഗറിൽ റെഡ് കളറിൽ കാണുന്ന പോർഷൻ തന്നെയാണ് ഞാൻ ഫോൺ വരച്ചപ്പോഴും റെഡ് കളറിൽ കാണുന്നത്. അപ്പോൾ ഇത് 10.5 ആയിരിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന സെക്ടറിന്റെ അകത്ത് ഈ സർക്കംഫറൻസിന്റെ പോർഷൻ ആയിട്ട് വരുന്നത്, ഓക്കെ, അല്ലെങ്കിൽ ആർക്ക് ലെങ്ത് ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ഈ പറയുന്ന കോണിന്റെ ബേസിന്റെ റേഡിയസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ പച്ച കളറിന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പച്ച കളറിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട്. സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ, 120. റേഡിയസും തന്നിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് സർക്കിൾ ഉണ്ടായിരുന്നു എങ്കിൽ നമുക്ക് 2πr ആയിരിക്കും സർക്കംഫറൻസ്. ഇത് ഫുള്ള് സർക്കിൾ ഇല്ല അല്ലേ, ഫുള്ള് സർക്കിൾ ഇല്ല. പകരം എന്താണ് വരുന്നത്? പകരം വരുന്നത് നമുക്ക് അവിടെ വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 120ന്റെ പീസാണ് വരുന്നത്. ടോട്ടൽ 360 ഡിഗ്രി. അപ്പോൾ ഇതായിരിക്കും ആ സെക്ടറിന്റെ കേസിൽ പച്ച പോർഷന്റെ ലെങ്ത് ആയിട്ട് വരുന്നത്. ദെൻ ഇതേ ഐറ്റം തന്നെയല്ലേ ഇവിടെ ഇരിക്കുന്നത്, ഇവിടെയുള്ള സർക്കിളും വരുന്നത്. അപ്പോൾ അവിടെ എന്ത് വരും? നമുക്ക് 2πr1 എന്ന് എഴുതാം. കാരണം റേഡിയസ് വേറെ ആയിരിക്കും വരുന്നത്, അവിടുത്തെ റേഡിയസ് വേറെ ആയിരിക്കും വരുന്നത്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ ഈ രണ്ട് സൈഡിലും 2π ഉണ്ട്, അത് വേണമെങ്കിൽ എടുത്ത് ക്യാൻസൽ ചെയ്ത് കളയാം. ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി ഇവിടുത്തെ റേഡിയസ് നമുക്കറിയാം എത്രയാണ്, 10.5 ആണ്. ഇവിടുത്തെ റേഡിയസ് എത്രയാണ്? 10.5. അത് എഴുതി. ഇനി ഈ 120ഉം ഇതും കട്ട് ചെയ്തു 3. അപ്പൊ R1ന്റെ ലെങ്ത് നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടി? 3.5 എന്ന് കിട്ടി. 3.5 എന്ന് കിട്ടി. ഓക്കെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോളിയം ഓഫ് കോണാണ്. കോണിന്റെ വോളിയം എത്രയാണ് വരുന്നത്? 1/3πr² ആണ് കോണിന്റെ വോളിയം വരുന്നത് അല്ലേ. നമുക്ക് റേഡിയസ് കിട്ടി 3.5. ഇനി എന്ത് ചെയ്യണം? ഹൈറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ. അതായത് ഇവിടെ ഇപ്പോൾ ഞാൻ ഗ്രീൻ കളറിൽ വരയ്ക്കുന്ന പോർഷന്റെ ലെങ്ത് ഇതാണ് ഹൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ പൈതഗോറസ് തിയറം അനുസരിച്ച് ഇത് 10.5, ഇത് 3.5 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയറിൽ നിന്ന് ബേസിന്റെ സ്ക്വയറും കുറച്ചിട്ട് റൂട്ട് എടുത്താൽ മതി. അത് എല്, ദെൻ ഹൈറ്റ്, ദെൻ റേഡിയസ്. ഞാൻ അതിന് പകരം എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 10.5 ആണെന്ന് എനിക്ക് മനസ്സിലായി, ഇതാണെങ്കിൽ 3.5 ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇതിന്റെ സിംപ്ലസ്റ്റ് റേഷ്യോ എടുക്കുന്നു, 3:1. എന്നിട്ട് ഈ സിംപ്ലസ്റ്റ് റേഷ്യോയിൽ ഹൈറ്റ് കണ്ടുപിടിക്കുന്നു പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ട്. അതായത് ത്രീന്റെ സ്ക്വയറിൽ നിന്ന് 1ന്റെ സ്ക്വയർ കുറച്ചിട്ട് റൂട്ട് എടുക്കുന്നു. അപ്പോൾ എത്ര വരും? 2√2. അപ്പൊ സിംപ്ലസ്റ്റ് റേഷ്യോയിൽ ഹൈറ്റ് 2√2 കിട്ടും അല്ലേ. ദെൻ 1 × 3.5 ആണ് ഈ കിടക്കുന്നത്. ഇത് 3 × 3.5. അപ്പൊ ഇവിടുത്തെ ഹൈറ്റ് എത്ര വരും? 3.5 × 2√2. അപ്പൊ എത്ര വരും? 7√2 എന്ന് പറഞ്ഞത്. 7√2. ഇപ്പൊ എന്തായി? ഹൈറ്റ് ആയി, റേഡിയസ് ആയി, എല്ലാം ആയി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ട വോളിയമാണ്. ദെൻ ആൻസർ പൈന്റെ ടേമിൽ തന്നെയായിരുന്നു കിടന്നത്, അതുകൊണ്ട് പൈനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. ദെൻ റേഡിയസ് 3.5 ആണ്. 3.5ന് പകരം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 7/2 എന്ന് എഴുതാം. കാരണം 7ന്റെ പകുതി അല്ലേ 3.5. 7/2 ഇൻറ്റു 7/2 ഇൻറ്റു 7√2. 7√2 ഇൻറ്റു 7√2 അല്ലേ. ഇതായിരിക്കും എന്തായിട്ട് വരാൻ പോകുന്നത്?
നമ്മുടെ വോളിയമായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഇനി ഈ √2 ഒന്നും മാറ്റാതെ തന്നെയായിരുന്നു ആൻസർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓപ്ഷനിൽ മീൻസ് നിങ്ങളുടെ എക്സാമിൻ്റെ ഓപ്ഷനിൽ കിടന്ന പോലെ ആയിരിക്കും ആൻസറിനെ എഴുതാൻ പോകുന്നത്. ആൻസർ എക്സാമിൻ്റെ ഓപ്ഷനിൽ കിടന്നത് 7 7 7 343. 7 √343. √2 ഈ √2ഉം 2ഉം തമ്മിൽ അവർ ക്യാൻസൽ ചെയ്തില്ലായിരുന്നു. *5/12 എന്ന രീതിയിലായിരുന്നു ആൻസർ കിടന്നത് എക്സാമിൻ്റെ ഓപ്ഷനിൽ. സോ അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ √2ഉം താഴത്തെ √2ഉം തമ്മിൽ വെട്ടിയിട്ട് എഴുതാം. പകരം ഞാനിപ്പോൾ എക്സാമിൻ്റെ ഓപ്ഷനിൽ കിടന്ന രീതിയിലാണ് എഴുതിയത്. സോ ഇതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്.